ഓട്ടുപെട്ടികൾ ഓരോന്നായി പൊട്ടുന്നു. നമ്മുടെ നെഞ്ചത്ത് വടക്കവും പൊട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുലില്ലാഹുമ്മ മാലിക്. പടച്ചോനെ ബക്കറ്റ് ഇവിടെ ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് മജ്‌ലിസ് നൂറിൻ്റെ സമയത്ത് എടുത്താൽ മതി, അവസാനം കിട്ടും. അൽഹംദുലില്ലാഹ്. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഈ പള്ളിയുടെ മിനാരത്തിന് എങ്ങനെ പൈസ എങ്ങനെ നിങ്ങൾ അൽഹംദുലില്ലാഹ്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പള്ളിക്ക്? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് പോകാം. ഞാൻ ആ പള്ളിയും ആ മിനാരവും കണ്ടതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ കുട്ടികൾ ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ മിനാരം പണിയാൻ 5 ലക്ഷം രൂപയാണ് അതിന് വേണ്ടത്. ഈ പാവങ്ങളിങ്ങനെ നടക്കുകയാണ്. അവരെന്നോട് പിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അവിടെ ചെറുതും വലുതുമില്ല. അവിടെ ചെറുതാണോ വലുതാണോ ഇല്ല. നിങ്ങളെ കൊണ്ട് ഒരു കട്ട വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? മതി. ചെറുതും വലുതും നമുക്കാടോ? അല്ലാഹുടെ മുന്നിൽ ചെറുതും വലുതുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറ. നിങ്ങളെ കൊണ്ട് കഴിയുന്നതെന്തോ നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൊടുക്കൂലേ? കൊടുക്കൂലേ? ഉറക്കെ പറയടോ. മുമ്പിൽ നിന്ന് മാത്രമേ കേൾക്കണുള്ളൂ, പുറകിനൊന്നും കേൾക്കണില്ല. അതുകൊണ്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാനൊരു ചെറിയ സദക്ക ചോദിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞല്ലോ, എനിക്ക് 5000 ഒന്നും വേണ്ട, ഒരു ചെറിയൊരു സംഖ്യ ഇൻഷാ അല്ലാഹ്. എത്ര വേണം ഉസ്താദെ? ഇവിടുത്തെ ഹത്തീബാര ഒരു ചെറിയ സദക്ക മതിയല്ലോ. ഇൻഷാ അല്ലാഹ്. ഇപ്പം 1000ൻ്റെ നോട്ടില്ല, 2000ൻ്റെ നോട്ടല്ലേ ഉള്ളൂ. 2000ൻ്റെ നോട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരാൾ കാണിച്ചു തന്നു, ഉസ്താദെ ഇതാണ് ബുർജ് ഖലീഫയെന്ന്. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ നോക്കാം, എന്താ തിരക്കെന്നറിയോ അവിടെ? ആടിൻ്റെയും. ബുർജ് ഖലീഫ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് തിരക്കെന്നറിയോ അവിടെ? ഇവിടെ നീയും നിൻ്റെ കുടുംബവും ആ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി അവിടെ വരെ പോണ പൈസ മതി. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിൽ പോകാൻ ആ പൈസ മതി. അവിടെ പോയി വെറുതെ കളയണ പൈസ ഒന്നുമില്ല, ഒരു നേട്ടവും ഇല്ല സഹോദര. അതാരാണോ പണിത്, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് 10 പേര് വേണം, 10 സ്വർഗത്തിൻ്റെ അവകാശികൾ വേണം. ഉസ്താദെ ഒരു 2000 രൂപ ഞാൻ കൊടുക്കാം. നല്ല മനസ്സുള്ളവർ കൈവക്കണം. ആരാ? അൽഹംദുലില്ലാഹ്. ഒരാൾ ഇവിടെ തുടങ്ങി 10 പേര് വേണം. 2 ആയി ഇൻഷാ അല്ലാഹ്, 3 ആയി. ഇനി 10 പേര് വേണം. അവിടെ 4, 5. പെട്ടെന്ന് പൊക്കിക്കോ. അല്ലായിക്ക, എനിക്ക് കൊണ്ടുപോകാനല്ല. നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായാലും അല്ലാഹ് നിന്നെ തിരഞ്ഞെടുക്കൂല. കാരണം നിൻ്റെ പൈസ ഹലാലായിരിക്കണമെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കും ഇൻഷാ അല്ലാഹ്. 6, 7. അവിടെ ഒരാൾ കൈപൊക്കിയില്ലേ? 8. 2 പേര് കൂടെ കൈപൊക്കണം. ദുആ ചെയ്യട്ടെ. 2 പേര് കൂടെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കൈപൊക്കണം. 9. ഒരാൾ കൂടെ 10 സഹാബികളുടെ പേര് പറഞ്ഞു. 10 ഇൻഷാ അല്ലാഹ്. 11, 12. അൽഹംദുലില്ലാഹ്. 13. ഖുലൂ തക്ബീർ. പലതുള്ളി പെരുവെള്ളം മനുഷ്യ. സുമ്മരിളാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഫിൽ ആസിദിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. 13 പേരായി ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ളത്? 13 ഇൻഷാ അല്ലാഹ്. 14. അൽഹംദുലില്ലാഹ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, 4 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. അള്ളാഹുവെ അടുത്ത മജ്‌ലിസ് നൂറിൻ്റെ വാർഷികത്തിന് മുമ്പ് അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ പടച്ചവനെ. അപ്പോൾ അൽഹംദുലില്ലാഹ് 15 പേരായി. ഖുലൂ തക്ബീർ. പോരാ, 17 രാവിലെ ഞാൻ നിൽക്കണത്. 2 പേര് കൂടെ വേണം. ബദരി